അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ഗംഭീര അടി നടന്നു. അതിന്റെ സൂത്രധാരനും നമ്മുടെ ജിൻഡപ്പനായിരുന്നു. പുള്ളിക്കാരൻ ഈ ആഴ്ചയിൽ ബാത്റൂം ക്ലീനിങ് സെഷനിലാണ് ജോലി നോക്കുന്നത്. അപ്പോൾ അവിടേക്ക് വൈകിട്ട് ചൂലുമൊക്കെ എടുത്തുകൊണ്ട് അടിച്ചു വരുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ബാത്റൂമിനകത്ത് ഒരു ബക്കറ്റ് നിറച്ച് തുണി കുതിർത്തു വെച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ ഈ കാഴ്ച അവിടെ കാണുന്നുണ്ട്. ഇത് ആരുടേതാണ്? ഇത് നോറയുടേതാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ സാധ്യത കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ എരച്ചങ്ങ് കയറുകയാണ്. നോറയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പണ്ടേ ദുർബല, ഇപ്പോൾ പിന്നെ ഗർഭിണിയും കൂടി എന്ന് പറഞ്ഞതുപോലെയാണ്. ആ വീട്ടിലൊരെണ്ണത്തിന് നോറയെ കണ്ടുകൂടാ. ആ കൂട്ടത്തിൽ ഇപ്പോൾ താൻ പവർ ടീം മെമ്പറും കൂടിയായിരിക്കുന്നു. പവർ ടീമിൽ കയറിയ സമയം മുതൽ പല ആൾക്കാരും പല്ലു ഞറുമിക്കൊണ്ട് നടക്കുന്നു. മാത്രവുമല്ല, നോറ സകല ആൾക്കാർക്കും ഇട്ട് പണി കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെ നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നോറയുടെ തുണി ബാത്റൂം ഏരിയയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. അത് സത്യത്തിൽ മറന്നുപോയതാണ് കേട്ടോ. അവിടെ ഇരിക്കുകയാണ്. ജിൻഡോ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. ഇത് ആരുടെയെന്ന് വെച്ചാൽ എടുത്തോണ്ട് പൊയ്ക്കണോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടെ വാരി തോന്നുന്നിടത്ത് വലിച്ചെറിഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സംസാരമായി. പെട്ടെന്ന് ക്യാപ്റ്റൻ അതിനകത്ത് വന്നിടപെടുന്നു. ക്യാപ്റ്റനോട് പറയുന്നത് നോറയുടേതാണ്. ക്യാപ്റ്റൻ പവർ റൂമിൽ നിന്നും നോറയെ വിളിച്ചുകൊണ്ടുവരുന്നു. നോറ എത്തിയപ്പോഴേക്കും സിജോയും ജാസ്മിനും കൂടി നോറയ്ക്കെതിരായി ശക്തമായി ആക്രമണം അഴിച്ചുവിട്ടു. ജാസ്മിനുമായിട്ട് നോറ കൊമ്പ് കോർക്കുകയാണ്. പക്ഷേ നോറ കരുതിക്കൂട്ടി ഉറപ്പിച്ചിട്ടാണ്. യാതൊരു തരത്തിലും താൻ പ്രൊവോക്ഡ് ആകില്ല എന്നുള്ള ഒരു ഉറപ്പ് തന്റെ ഹൃദയത്തിനകത്ത് തീവ്രമായി നിലനിർത്തിയതുപോലെയാണ് നോറയുടെ പ്രതികരണം. അതായത് നോറയെ നമ്മുടെ അഭിഷേക് നല്ല ഒന്നാന്തരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. നീ ട്രിഗർ ആകുന്നത് കൊണ്ടാണ് നിന്നെ അവർ നിരന്തരം പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇനിയും പ്രൊവോക്ഡ് ആകാൻ പോകരുത് എന്നുള്ളത് അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നമെല്ലാം നടന്നിട്ടും നേരത്തെ കരഞ്ഞ് കാല് പിടിക്കുന്നതാ ബിഗ് ബോസിന്റെ. പക്ഷെ ഇപ്പോൾ ദേ ഒരു പ്രശ്നവുമില്ല. വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ അവിടെ നിൽക്കുകയാണ്. പിന്നെ തുണി അവിടെ കൊണ്ടുവച്ചത് അതെന്തായാലും പറ്റിപ്പോയി, പണി കിട്ടി. അതുകൊണ്ട് ഇനിയിപ്പോൾ കഴുകിയിട്ട് മാറിയേ പറ്റുള്ളൂ. കഴുകാനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഏൽപ്പിച്ച ആള് പിന്നെയും അവിടെ താളം ചവിട്ടി നിൽക്കുകയാണ്. ജാസ്മിൻ ഇപ്പുറത്ത് മാറി നിൽക്കുന്നു. ഇപ്പൊ സൗകര്യമില്ല, എനിക്ക് തോന്നുമ്പോഴേ കഴുകൂ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സംസാരമാകുന്നു. സിജോ വരുന്നു. വലിയ കൂട്ടങ്ങൾ വീണ്ടും അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ചൊരു തരത്തിൽ പിടിച്ച് ബാത്റൂമിനകത്ത് കയറ്റി കഥ കടച്ചു. കഴുകിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. നോറയോട് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 15 മിനിറ്റ് സമയം ഞാൻ നിനക്ക് തരും. ഈ 15 മിനിറ്റിനുള്ളിൽ നീ ഇറങ്ങിക്കോണം, ഇല്ല എന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. നോഹറ പറയുന്നു, നീ എന്താ കാണിക്കാൻ പോകുന്നത്, എനിക്കൊന്ന് കാണണമല്ലോ. ഇത് അകത്തിരുന്നു കൊണ്ട് നോഹറ തിരിച്ച് പ്രതികരിക്കുകയാണ്. ആ സമയത്ത് ജാസ്മിൻ തോർത്തും തുണിയും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങെത്തി കുളിക്കാൻ വേണ്ടി. എന്നിട്ട് ഡോറിന്റെ വാതുക്കൽ കാത്തിരിക്കുകയാണ് ഇദ്ദേഹം ഇറങ്ങി വരുവാൻ വേണ്ടി. എന്തായാലും 15 മിനിറ്റ് തികയുന്നതിന് മുൻപ് തന്നെ നോറ ഉള്ള തുണി മുഴുവൻ, ഒരു ബക്കറ്റ് തുണിയും കഴുകിക്കൊണ്ട് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. പവർ ടീം മെമ്പേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ ആർക്കും നോറയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. എങ്കിലും പവർ ടീം അംഗങ്ങളോടുള്ള അടങ്ങാത്തൊരു അമർഷം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അൻസിബയൊക്കെ എത്തിച്ചേർന്നത്. എന്നിട്ട് ഋഷിയെയും വിളിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് ഈ അൻസിബ പോകുന്ന വഴിയിൽ വെച്ച് പറയുകയാണ്, കണ്ടില്ലേ, പവർ ടീമിലേക്ക് നമ്മൾ വന്നതിൻ്റെ ആ ചൊറിച്ചിലാണ് ഇവരൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കുളിക്കാത്ത ജാസ്മിൻ ദേ ഇപ്പൊ തുണിയുമൊക്കെ പറിക്കൊണ്ട് കുളിക്കാൻ വേണ്ടി പോയിരിക്കുക. കുളിക്കത്തുമില്ല, പല്ലും തേക്കുകയല്ല. ഇത് നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്നിട്ട് അവക്ക് പോലും ഇപ്പോൾ ഉടനെ കുളിക്കാൻ പോകണമെന്ന്. സത്യത്തിൽ പറ്റിയത് അബദ്ധമാണെങ്കിൽ പോലും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല, പക്ഷേ അവസരം വീണ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കുളിക്കാൻ വേണ്ടി ഒരുങ്ങി കെട്ടി അവൾ ഇറങ്ങിയിരിക്കുന്നുവെന്ന് അൻസിബ അടിച്ചത് അത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു ഡയലോഗ് തന്നെയായിരുന്നു. എന്തായാലും പവർ ടീം അംഗങ്ങളും വീട്ടുകാരും തമ്മിൽ ഏത് നിമിഷവും അടിപൊട്ടും എന്ന രീതിയിൽ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കും കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി.